തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ്സ് സ്കൂളുകളെ മാതൃകാ ബഡ്സ് സ്കൂളുകളാക്കി മാറ്റുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജി വേങ്ങര AR നഗർ ബ്ലിസ് ബഡ്സ് സ്പെഷ്യൽ സ്കൂളിൽ ബഡ്സ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒരുപാട് നിയമങ്ങളുണ്ട്, നയങ്ങളുണ്ട്, ഭിന്നശേഷിക്കാർക്കുള്ള അവകാശങ്ങളുണ്ട്, സർക്കാരിന്റെ ധനസഹായമുണ്ട്, വകുപ്പുകളുണ്ട്, പുനരധിവാസ കേന്ദ്രങ്ങളുണ്ട്, സാമൂഹിക നീതി സംവിധാനം എല്ലാം ഉണ്ട്. പക്ഷേ അതൊന്നിന് പുതിയതൊരു ഗവൺമെന്റ് വന്നിട്ട് പുതിയ കുറെ കാര്യം പ്രഖ്യാപിക്കല്ല ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഞാൻ വിചാരിക്കുന്നു നിലവിലുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, എത്രത്തോളമാണ് നടപ്പിലാക്കുന്നത്, എത്രത്തോളമാണ് ഈ കുഞ്ഞുങ്ങൾ പരിരക്ഷിക്കപ്പെടുന്നത്, അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നത് എന്നതിൻ്റെ ഒരു ഓഡിറ്റിംഗ് ആണ് അനിവാര്യമായിട്ടുള്ളത് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ പരിരക്ഷിക്കാൻ കഴിയുന്ന പുതിയ പ്രഖ്യാപനങ്ങളെക്കാൾ കൂടുതൽ ഇത് കൃത്യമായി നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന വിഷയത്തിൽ ഞങ്ങളെല്ലാവരും ജാഗരൂകരായിരിക്കുമെന്ന് ഞാൻ ഉറപ്പായി നിങ്ങളോട് പറയുകയാണ്. ബഹുമാന്യനായ ദിനേശ് ഐ.എസുമായിട്ട് സംസാരിക്കുമ്പോൾ പറയായിരുന്നു, ഇവിടെ ഏകദേശം ഒരു 50 ബഡ്സ് സ്കൂളുകളെ മാതൃകാ ബഡ്സ് സ്കൂളാക്കാൻ അടിയന്തരമായ ശ്രമങ്ങൾ പെട്ടെന്നുണ്ടാകും എന്ന് ഞാൻ ഇവിടെ വെച്ച് പറയുകയാണ്. മറ്റൊന്ന്, ബഡ്സ് ജീവനക്കാർക്ക് ഉള്ള ഇൻഷുറൻസ് പദ്ധതിയും പെട്ടെന്ന് തന്നെ ആരംഭിക്കുമെന്നത് ഞാൻ ഇവിടെ നിങ്ങളോട് പറയുകയാണ്. ബഡ്സ് സ്കൂളിലെ കുട്ടികളെ താമസിപ്പിക്കുവാനും പരിപാലിക്കുവാനുമുള്ള സർക്കാർ പദ്ധതികളും ആലോചനയിലാണ്. നിലവിലുള്ള ബഡ്സ് സ്കൂൾ സംവിധാനങ്ങളും പദ്ധതികളും എത്രമാത്രം കാര്യക്ഷമമാണ്, എങ്ങനെ കൃത്യമായി നടപ്പിലാക്കാം എന്നതിൽ ഓഡിറ്റ് നടത്തും മന്ത്രി പറഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിൽ കുടുംബശ്രീയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞ മന്ത്രി സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ബഡ്സ് സ്കൂളിലെ കുരുന്നുകളുടെ അമ്മമാർ റിയൽ ഹീറോസ് ആണെന്നും അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. ഭിന്നശേഷി കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പകൽ സമയ പരിപാലനം, സവിശേഷ വിദ്യാഭ്യാസം, പരിശീലനങ്ങൾ, തെറാപ്പികൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ, നൈപുണ്യ വികസന പരിശീലനം എന്നിവയൊരുക്കി തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന 187 ബഡ്സ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. 13,895 പരിശീലനാർത്ഥികളാണ് സംസ്ഥാനത്തെ ബഡ്സ് സ്ഥാപനങ്ങളിൽ ഉള്ളത്. ഇവയിലേക്കുള്ള സംസ്ഥാനതല പ്രവേശനോത്സവമാണ് മന്ത്രി കെ.എം. ഷാജി ഉദ്ഘാടനം ചെയ്തത്. മലപ്പുറം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അണിനിരന്ന ഘോഷയാത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്നു. സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനായി കളിച്ച ഫാസൽ ഉർങ്ങാട്ടിരി ഉൾപ്പെടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് മന്ത്രി ഉപഹാരം നൽകി. ഉദ്ഘാടന ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. A. ജബ്ബാർ ഹാജി അധ്യക്ഷത വഹിച്ചു. സൽമാൻ കുറ്റിക്കോട് സെലിബ്രിറ്റി അതിഥിയായി പങ്കെടുത്തു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ സ്വാഗതവും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ B. സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മൻസൂർ കോയത്തങ്ങൾ, അബ്ദുറഹ്മാൻ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈല പുല്ലൂണി, അബ്ദുറഹ്മാൻ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുസ്തഫ പുള്ളിശ്ശേരി, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ P. K. അസ്ലു, വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, ബഡ്സ് വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, രക്ഷിതാക്കൾ, അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. SS Gold, pure gold. SS Group, നിലമ്പൂർ.